ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിശ്വമാണെങ്കിൽ ആര്യൻ്റെ വീട്ടിലേക്ക് വരികയാണ് രാത്രി തന്നെ. അപ്പോൾ വിശ്വം വന്നിട്ട് വല്ലാതെ ഒരു വിഷമത്തോടു കൂടി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞോ. എടാ നീ അങ്ങനെ വിഷമമൊന്നും വിചാരിക്കരുത്, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിന്നോട് പറയാനുള്ളത്, നീ ഒന്നും വിചാരിക്കരുത് എന്ന് വീണ്ടും വീണ്ടും പറയാം. എടാ നീ കാര്യം ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തുറന്ന് പറയുമെന്ന് പറയുമ്പോൾ, അതല്ല എൻ്റെ ഒരു പരിചയത്തിൽ അങ്കിളിൻ്റെ ഒരു വീടാണല്ലോ നിനക്കിവിടെ താമസിക്കാൻ തന്നത്. ഇപ്പോൾ അയാൾ പറയണമെന്ന് വെച്ചാൽ ഇനി തൊട്ട് വാടകയും അഡ്വാൻസും ഒക്കെ വേണം, അങ്ങനെ വെറുതെ താമസിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അയാളുടെ സംസാരം എന്ന് പറയാട്ടോ. ആ അത് ശരി, ഇപ്പോൾ അങ്ങനെയായോ? അതെ, എനിക്ക് നിന്നോട് പറയാനുള്ള വിഷമമുണ്ട്. കാരണം അതുമാത്രമല്ല, ഇപ്പോഴത്തെ വരുമാന സ്ഥിതിക്ക് നിനക്ക് വാടകയും അഡ്വാൻസും ഒക്കെ തരാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും, അതാണ് നിനക്ക് നല്ലത് എന്ന് പറയാം. എന്താടാ നീ രാത്രി വന്നിട്ടുണ്ട്, നീ എന്നെ കളിയാക്കുക? നിനക്കിപ്പോൾ എന്താ വേണ്ടത്? വാടക അഡ്വാൻസ് ഇത്രയല്ലേ വേണ്ടത്? അപ്പോൾ അതല്ലടാ വാടക. അപ്പോൾ ഉടനെ മിത്രം ചോദിക്കുന്നുണ്ട്, എത്രയാണ് അഡ്വാൻസ് പറഞ്ഞിരിക്കണേ? 50,000 രൂപ വേണമെന്നാണ് പറയുന്നത്. ഇത് കേട്ട് ആര്യന് അന്തം വിടുക കേട്ടോ. ആകെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആര്യന് ചെറിയൊരു വിഷമമാവുന്നുണ്ട്. അപ്പോൾ മിത്രം പറയുക, അതേ വിശ്വം ഒരു കാര്യം ചെയ്യ്, 50,000 രൂപയല്ലേ, അത് നാളെ നമുക്ക് അഡ്വാൻസ് കൊടുക്കാം, ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് മാറാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടനെ, എടി മിത്രം നീ എന്താ ഈ പറയണത്, എൻ്റെ ഇവിടുന്ന് പൈസ? അതൊക്കെ ഉണ്ട്, നിൽക്കുക, വിശ്വത്തിനോട് പറയട്ടെ. വിശ്വം നാളെ നമ്മൾ എന്തായാലും അഡ്വാൻസ് തരാം, വിശ്വം ഇപ്പോൾ പൊക്കോ എന്നും പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ആര്യനാണെങ്കിൽ മിത്രയോട് വഴക്ക് പറഞ്ഞിട്ട്, എന്താടി നീ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, നിനക്ക് എവിടുന്ന് കാശാ ഇത്ര രൂപയൊക്കെ കൊടുക്കാൻ പറ്റുമോ? ആര് ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കാതെ എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാം, ഞാനല്ലേ പറയണേന്ന് സമാധാനിപ്പിക്കാം. ആര്യന് വലിയ വിഷമത്തോടുകൂടി മുറ്റത്തേക്ക് പോയിരിക്കുമ്പോൾ അവിടെ മിത്ര ചെന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ആര്യൻ്റെ ഈ ഒരു വരുമാനം കൊണ്ട് ഒന്നും മുന്നോട്ട് പോവില്ല എന്ന് എനിക്കറിയാം, അതിൻ്റെ വിഷമമാണ് ആര്യ, കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് പറ്റും, ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്താ? അല്ല, നമ്മൾ തമ്മിൽ പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ട് പോകണം, നീ ഒരു അല്പ സ്നേഹം എനിക്ക് തന്നാൽ മതി, സ്നേഹത്തോടുകൂടി എന്നെ പെരുമാറുകയൊക്കെ ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും ശരിയാവും എന്ന് പറയാം. അപ്പോൾ എന്നിട്ട് മിത്ര പറയുന്നുണ്ട്, അതെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആര്യ. നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നമാവണത്. അല്ലെങ്കിൽ തന്നെ നീ ഒറ്റയ്ക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ വെച്ച് കയറ്റുന്നത്? ഞാൻ നിൻ്റെ ഭാര്യയല്ലേ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പങ്കിട്ടുകൂടിയ വിഷമങ്ങളായാലും സന്തോഷമായാലും എന്നൊക്കെ മിത്ര പറയട്ടോ. പിന്നെ നിനക്ക് അല്ലെങ്കിൽ തന്നെ എൻ്റെ പഴയ കാര്യം, ആ മിഥുനുമായിട്ടുള്ള കാര്യം ഓർത്തിട്ടായിരിക്കും നിനക്ക് എന്നോടുള്ള ദേഷ്യമല്ലേ, അതിനിപ്പോൾ ഞാൻ എന്ത് പറയാനാ? അപ്പോൾ തന്നെ ആര്യം പറഞ്ഞുകൊണ്ട്, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിച്ചു ആര്യ. ഇനി എവിടെയെങ്കിലും വെച്ച് ആ മിഥുനെ കണ്ട എന്താവും നിൻ്റെ പ്രതികരണം എന്ന് ചോദിക്കുക. അപ്പോൾ മിത്ര പറയാണ്, എന്ത് പ്രതികരണം? ഇത്രയും നാൾ എനിക്ക് അവനെ കൊല്ലണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ മുന്നിൽ വന്ന, പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആര്യനെ നഷ്ടപ്പെടുത്താൻ വയ്യ, ആര്യൻ്റെ കൂടെയുള്ള ജീവിതം, ആര്യൻ അതാണ് എനിക്ക് വേണ്ടത്, അതിനു വേണ്ടി ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം നശിപ്പിച്ച് കളയണത് എന്നാണ് ഞാൻ ചിന്തിക്കണത്. ഇതൊന്നും പേടിക്കണ്ട, നമുക്ക് നാളെ എങ്ങനെയെങ്കിലും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആര്യനെ സമാധാനിപ്പിച്ച് മിത്ര അകത്തേക്ക് കയറി പോവാട്ടോ. ദേവമംഗലത്താണെങ്കിലും അവിടെ ബാലൻ ടെൻഷനാണ്. ഗോമതി, എന്തിനാവും ഉദയഭാനു സാർ നാളെ ഞങ്ങളെ ചെല്ലാൻ പറഞ്ഞത്, അമ്പലത്തിൽ വെച്ച് കാണണമെന്നൊക്കെ, എന്താവും? അയ്യോ എൻ്റെ പൊന്നു ബാലേട്ടാ, സമാധാനമായിട്ട് ഇറങ്ങി, ഇപ്പം നാളെ ചെല്ലുമ്പോൾ അറിയാമല്ലോ. പക്ഷേ ബാലനാണെങ്കിൽ ടെൻഷൻ കാരണം അതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല കേട്ടോ. ഇതിനിടയിൽ കൂടെ ആര്യൻ്റെ കാര്യം വീണ്ടും ഭൗമതി എടുത്തിടുക, ആര്യനെ കാര്യങ്ങൾ അറിയിക്കണമെന്നും വീട്ടിൽ വിളിക്കണമെന്നും. പക്ഷേ ബാലൻ വീണ്ടും പഴയ പോലെ ആര്യൻ്റെ കാര്യം പറയുമ്പോൾ ദേഷ്യം പറയാം. എന്നിട്ട് പറയാം, അവനെ എന്നോട് ഇപ്പോഴും സ്നേഹമല്ല ഉള്ളത്, അവനിപ്പോഴും എൻ്റെ പകയാ. അന്ന് തന്നെ അവൻ പറഞ്ഞു കേട്ടില്ലേ, പാമ്പിനെ എന്നെ തിരിച്ചു കടിക്കാൻ തോന്നി, എങ്ങനെ തോന്നിയെന്നോ, അല്ലെങ്കിൽ വെറുതെ വിടാൻ തോന്നിയില്ല, ഇങ്ങനെയൊക്കെയുള്ള സംസാരമാണ്. അത് ഒരു തമാശയായിട്ട് എടുത്താൽ പോരെ ബാലേട്ടാന്ന് പറയാം കേട്ടോ. തമാശയാണല്ലേ, അവനെല്ലാം തമാശ. അതുപോലെ തന്നെ അപ്പുറത്തെ മുറിയിലിരുന്ന മീനാക്ഷി ഭയങ്കര വർക്കിലാണ് കേട്ടോ. പാതിരാത്രിയായിട്ട് വർക്ക് തീരാത്ത കാരണം ആകാശ് എണീറ്റ് മീനാക്ഷിയെ വഴക്ക് പറയുന്നുണ്ട്, ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്, നീ ഇങ്ങനെ കിടന്ന് മരിച്ച് ജീവിക്കേണ്ട ആവശ്യം എന്താണെന്ന്. അതല്ല ആകാശ്, ഫയൽ നാളെ എല്ലാം തീർപ്പാക്കി കൊടുക്കേണ്ടതല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവും, നീ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് പറയാം. അങ്ങനെയല്ല, സമൂഹത്തിലെ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ടീമുകളുണ്ട്, അവർ നമുക്കെതിരെ തിരിയും, അതുകൊണ്ടാണ് എന്തായാലും ആകാശ് കിടന്നോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സമാധാനിക്കട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ വെപ്രാളം പിടിച്ച് ഉദയഭാനു സാറിനെ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അങ്ങേര് വരികയാണ് കേട്ടോ. വന്നോടനെ അയാൾ പറഞ്ഞിട്ട്, ബാലൻ എത്തിയോ, നമുക്ക് എന്തായാലും അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുത് മനസ്സൊക്കെ ശുദ്ധമാക്കിയിട്ട് വരാം, അതല്ലേ നല്ലത്. ഒരു നല്ല കാര്യം പറയുമ്പോൾ അത് അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങുന്നത് നല്ലതായിരിക്കും. അതുമാത്രമല്ല, എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും തുടക്കം ഇവിടെ തന്നെയാണ് എന്നും പറഞ്ഞ് തൊഴുതിറങ്ങാട്ടോ. തൊഴുതിറങ്ങിയിട്ട് അയാൾ പറയുന്നുണ്ട്, ബാലന് ഏറ്റവും മൂത്ത മോൻ ആനന്ദ് വിവാഹിതനായില്ല എന്നല്ലേ പറഞ്ഞത്, എനിക്ക് 2 പെൺമക്കൾ
പെൺമക്കളാണ് ശ്രീദേവിയും ശ്രീവിദ്യയും. പിന്നെ ദേവിയെന്നും വിദ്യയെന്നും ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. അതിൽ മൂത്തവൾക്കുള്ള കല്യാണം നമുക്ക് ബാലൻ്റെ മോനോട്ട് ആലോചിച്ചാലോ എന്നൊരു ആലോചന ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ബാലൻ അങ്ങ് സന്തോഷിക്കട്ടോ. ആണോ സാറിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? അതുമാത്രമല്ല ഞങ്ങൾക്ക് സ്വഭാവമാണ് ഏറ്റവും വലുത്. കുറേ പണവും പത്രാസവും ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല സ്വഭാവമുള്ള പയ്യനായിരിക്കണം. ഒരുപാട് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പയ്യനെ കിട്ടിയില്ല. അപ്പോഴാണ് ഈ ബാലിനെക്കുറിച്ച് അറിഞ്ഞതും ബാലിൻ്റെ കാര്യങ്ങളും ഇങ്ങനൊരു മോൻ്റെ കാര്യവും. ആനന്ദിനെക്കുറിച്ച് ഞങ്ങൾ നന്നായിട്ട് അന്വേഷിച്ചു. അവൻ നല്ലൊരു കുട്ടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് മോക്ക് വേണ്ടി ആലോചിച്ചാലോ. അങ്ങനെയാണ് ഞങ്ങൾ കടയിൽ വന്നതും കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് വിചാരിച്ചതും ഒക്കെയെന്ന് അയാൾ പറയട്ടോ. ബാലനാണെങ്കിൽ ഇതുപോലൊരു സന്തോഷമുണ്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സമ്മതം തന്നെയാണ്. പിന്നെ അതുപോലെ ബാലൻ്റെ സ്വഭാവം എത്ര നന്മയുള്ളതാണ്. അതുമാത്രമല്ല ഇത്രയും നല്ല മനുഷ്യനെ മാത്രമേ നല്ല മക്കളെ വാർത്തെടുക്കാനും പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാലൻ്റെ തീരുമാനം എന്താ? അപ്പോൾ ബാലന് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമാണ്. എൻ്റെ ആനന്ദിന് വേണ്ടി സാർ ഇങ്ങനെ ഒരു വിവാഹം കൊണ്ട് തന്നതിന് ഭയങ്കര സന്തോഷം. എന്നാൽ ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി എല്ലാവരോടും ആലോചിച്ചിട്ട് എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടുക കേട്ടോ. ബാലൻ ഭയങ്കര സന്തോഷത്തിൽ ദേവമംഗലത്തേക്ക് വന്ന് കയറുകയാണ്. എല്ലാവരെയും വിളിക്കുകയാണ്. ഗോമതിയെ, അവർ ആകാശ് എവിടെ, ആനന്ദ് എവിടെ, എല്ലാവരെയും വിളിച്ച് അടുത്ത് നിർത്തുക. അപ്പോൾ ഇതിനിടയിൽ കൂടെ ആര്യൻ വരാത്ത കാരണം ആര്യൻ്റെ ഫോട്ടോയൊക്കെ നോക്കി ഗോമതി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷി വന്ന സമാധാനപ്പെടുത്തണം കേട്ടോ. അമ്മ രണ്ട് പെൺമക്കളും കൂടെ ഉണ്ടല്ലോ അമ്മയ്ക്ക്, അവരുടെ ഫോട്ടോ എന്താ നോക്കാത്തെ? അങ്ങനെയല്ലടി, എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. എന്നാലും ആര്യ മാത്രം ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയില്ലേ, അതിൻ്റെ ഒരു സങ്കടം ഉണ്ടെന്ന് പറയാം. അപ്പോഴാണ് അച്ഛൻ ഈ സന്തോഷ വാർത്തയും കൊണ്ട് വരുന്നത് കേട്ടോ. ഇത് വരുന്നോടനെ അവിടെ എല്ലാവരോടും പറയാം, ഉദയഭാൻ സാർ എന്തിനാ വിളിച്ചെന്നറിയോ, അയാളുടെ മോക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആനന്ദിനെ ആലോചിക്കാനെന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും കേട്ടോ. അങ്ങനെ ആനന്ദ് പതിവ് പോലെ തന്നെ വന്നിട്ട് അച്ഛാ, എനിക്കിന്ന് നീ ഒറ്റ അക്ഷരം മിണ്ടി പോകരുത്. ഇനി കല്യാണം വേണ്ടെന്ന് വല്ലതും പറഞ്ഞുണ്ടല്ലോ, പിന്നെ ഞാൻ ചെരിപ്പിടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് അവസാനമായി. അതുകൊണ്ട് ഞാൻ എൻ്റെ ആനന്ദിന് ഞാൻ വിചാരിച്ച പോലെ നല്ലൊരു കല്യാണം തന്നെ ഇവിടെ നടത്തും. പിന്നെ മറ്റുള്ളവരൊന്നും കല്യാണം അല്ലേ കഴിച്ചത് നിങ്ങൾ ചോദിക്കും. എൻ്റെ മീനാക്ഷി മോൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാം, നിങ്ങളുടെ വിവാഹമൊന്നും നല്ല രീതിയിലല്ല നടന്നത്. അതൊന്നും ഞാൻ വിവാഹമായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. അംഗീകരിക്കാൻ പോകുന്ന ഞാനായിട്ട് കൊണ്ടുവന്ന ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി ഇവിടെ ദേവമംഗലം നടക്കാൻ പോകുന്ന വിവാഹം. അപ്പോൾ ആരിനെ വിവരം അറിയിക്കണ്ടേ എന്ന് ഉടനെ വീണ്ടും ചോദിക്കുക കേട്ടോ. അവനെ അറിയിക്കണം. എന്താ അറിയിക്കേണ്ടതെന്നറിയോ? ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മകന് എങ്ങനെ ഒരു കല്യാണം വിവാഹം നല്ല രീതിയിൽ നടത്തി കൊടുക്കാം എന്ന് ഞാൻ കാണിച്ചവന് കൊടുക്കാം. അത് അവൻ കാണണം. അത് മാത്രമാണ് എനിക്ക് ആവശ്യം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.